ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പീക്കിംഗ് മൊഡ്യൂളാണ്. IELTS സ്പീക്കിംഗ് മൊഡ്യൂൾ. നമുക്ക് ഫസ്റ്റ് IELTSൻ്റെ സ്പീക്കിംഗ് മൊഡ്യൂൾ എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യണേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കതിൻ്റെ ടിപ്സ് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് 3 പാർട്സ് ആണ് വരുന്നത്. പാർട്ട് 1 എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ജനറൽ ടോപ്പിക് എടുത്തിട്ട് ഒരു കോമൺ തീം എടുത്തിട്ട് അതിനകത്തുനിന്ന് 6 or 7 ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്, ആനിമൽസ്, പിക്നിക്, ഫിലിംസ്, അങ്ങനെ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. വലിയ പൊളിറ്റിക്സോ അല്ലെങ്കിൽ GK ഒന്നും ചോദിക്കില്ല. സാധാരണ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിന് നമ്മൾ 2-3 സെൻറ്റൻസിൽ വേണം ആൻസർ ചെയ്യാനായിട്ട്. ജസ്റ്റ് 1 വേർഡോ 1 സെൻറ്റൻസോ പറഞ്ഞു നിർത്തരുത്. ഇലാബറേറ്റ് ആൻസേഴ്സ് കൊടുക്കണം. അടുത്തത് ക്യൂ കാർഡാണ്. ക്യൂ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് തന്നിട്ടുണ്ടായിരിക്കും. ആ കാർഡിനകത്തൊരു മെയിൻ ടോപ്പിക്കും 3-4 സബ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം 1 മിനിറ്റ് നേരത്തേക്ക്. അപ്പോൾ നമുക്കൊരു നോട്ട് പാഡും പെന്നും കയ്യിൽ തരും. നമുക്ക് അതിനകത്ത് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഉപയോഗിച്ചിട്ട് 2 മിനിറ്റ് നേരം നമ്മൾ സംസാരിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. 2 മിനിറ്റ് നേരം പ്രസൻറ്റ് ചെയ്യണം ആ ടോപ്പിക്ക്. ഇനി അടുത്തത് പാർട്ട് 3 എന്ന് പറയുന്നത് പാർട്ട് 1 പോലെ തന്നെയാണ്. 6 to 7 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ക്യൂ കാർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുറച്ചും കൂടി ഫോളോ അപ്പ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 3-4 സെൻറ്റൻസിൽ നമ്മൾ ആൻസർ ചെയ്യണം. 1 or 2 സെൻറ്റൻസ് പോരാ. കുറച്ച് ഇലാബറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കണം. ഇനി ഞാൻ ഇതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. കണ്ടോ? പാർട്ട് 1 6 or 7 ആർട്ട് എന്നുള്ള ടോപ്പിക്കാണ് അവരെടുത്തത്. അതിനകത്ത് നിന്ന് 6 or 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പാർട്ട് 2 ഡിസ്ക്രൈബ് എ ബുക്ക് യു ഹാവ് റീസെൻ്റ്ലി റെഡ്. ബുക്ക് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് കൈൻഡ് ഓഫ് ബുക്ക് ഇറ്റ് ഇസ്, വാട്ട് ഇറ്റ് ഇസ് അബൌട്ട്, വാട്ട് സോർട്ട് ഓഫ് പീപ്പിൾ യു വുഡ് എൻജോയ് ഇറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വൈ യു ലൈക്ക് ഇറ്റ്. ഇതിനാണ് 1 മിനിറ്റ് സമയം പ്രിപ്പയർ ചെയ്യാനുള്ളതും 2 മിനിറ്റ് സംസാരിക്കേണ്ടി വരുന്നതും. പിന്നെ ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 3 വരുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ബുക്സ് ഡു ചിൽഡ്രൻ ഇൻ യുവർ കൺട്രി ലൈക്ക് ടു റീഡ്. അങ്ങനെ എന്തെങ്കിലും ബുക്സും റീഡിങ്ങും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം നമ്മുടെ ക്യൂ കാർഡ് ബുക്കിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് 3 വരുന്നത്. വീണ്ടും ഒരു 5-6 ക്വസ്റ്റ്യൻസ് അവിടെയും ചോദിക്കാം. അതിന് നമ്മൾ 3-4 സെൻറ്റൻസിൽ ആൻസർ ചെയ്യണം. ഓക്കെ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കും, ഫ്ലുവൻസി, കൊഹിറൻസ്, ഇത് രണ്ടും ശ്രദ്ധിക്കും, ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി, ലെക്സിക്കൽ റിസോഴ്സസ്. പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ മദർ ടങ് ഇൻഫ്ലുവൻസ് ഏറ്റവും മിനിമൽ ആയിരിക്കണം. ഓക്കെ. അത് അവരുടെ അവർക്ക് മനസ്സിലാകണം നമ്മൾ എന്താ സംസാരിക്കണേ എന്നുള്ളത്. വലിയ ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് ആസെൻറ്റ് വേണമെന്നൊന്നുമല്ല പറയുന്നത്, പക്ഷെ അവർക്ക് നമ്മൾ പറയുന്ന ഓരോ വാക്കും തിരിയണം. ദെൻ ഫ്ലുവൻസി ആൻഡ് കൊഹിറൻസ്, ഈസി ആയിട്ട് പറഞ്ഞു പോകണം. ഇങ്ങനെ പോസ് ചെയ്ത് വിട്ട് പറയുന്ന ഹെസിറ്റേഷൻസും പോസസും മിനിമൽ ആയിരിക്കണം. ഓക്കെ. ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി, ഗ്രാമറിൻ്റെ റേഞ്ചും ആക്യുറസിയും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റേഞ്ച് എന്ന് പറയുമ്പോൾ കോംപ്ലക്സിറ്റി അത് വളരെ കൂടുതലായിരിക്കണം. അതിനോടൊപ്പം തന്നെ ആക്യുറസി, പറയുന്നത് കറക്റ്റ് ആയിരിക്കും വേണം. ലെക്സിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത് വൊക്കാബുലറിയാണ്. ലെക്സിക്കോൺ എന്ന് പറഞ്ഞാൽ വേർഡ്സ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ വേർഡ് റിസോഴ്സസ് അല്ലെങ്കിൽ വൊക്കാബുലറി നല്ല സ്ട്രോങ് ആയിരിക്കണം. നോട്ടബിൾ ആയിട്ടുള്ള വൊക്കാബുലറീസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കുറേ ടിപ്സും ട്രിക്സും ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഒരു 44 ടിപ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറഞ്ഞു പോകും. നമുക്കത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവ് ഇലാബറേറ്റ് ആൻസേഴ്സ്. എക്സ്പാൻഡ് ചെയ്ത ആൻസർ കൊടുക്കുക. ഒരിക്കലും ഈ എക്സാമിനർ വൈ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഇടയാക്കരുത്. വൈ എന്ന് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കൊണ്ട് അവർ തൃപ്തരായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. So don't let them ask this question, let them prompt this question why again and over and again. You should answer the reason for your answer as you say. Okay, നമ്മൾ ആൻസർ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ റീസണും പറയാം. ഇപ്പം അതുപോലെ പാർട്ട് 1-നാണെങ്കിൽ 2-3 സെൻറ്റൻസിൽ ആൻസർ ചെയ്യുക. പാർട്ട് 3-ക്കാണെങ്കിൽ 3-4 സെൻറ്റൻസിൽ ആൻസർ ചെയ്യാം.
ഇനിയിപ്പോൾ ഒരു പാർട്ട് 1 ക്വസ്റ്റ്യൻ, ആർ യു ഗുഡ് അറ്റ് ടെല്ലിംഗ് ജോക്സ്? എക്സാമ്പിൾ കൊടുത്തേക്ക് നോക്കൂ. മൈ ഫ്രണ്ട്സ് സേ ദാറ്റ് ഐ ഹാവ് എ ഹ്യൂമറസ് പേഴ്സണാലിറ്റി ആൻഡ് ദാറ്റ് മൈ ഫൺ പഞ്ചസ് ആൻഡ് ജോക്സ് ആർ സംതിങ് ദാറ്റ് ക്യാൻ ലാഫ് അബൌട്ട് ദ ഹോൾ ഡേ. ഹെൻസ് ഐ ഗസ് ഐ എം പ്രെറ്റി ഗുഡ് അറ്റ് ടെല്ലിംഗ് ജോക്സ്. 3 സെന്റൻസ് എങ്കിലും വന്നിട്ടുണ്ട്. അതുപോലെ പാർട്ട് 3 ക്വസ്റ്റ്യൻ, ഈസ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് വേഴ്സ് ദാൻ ബിഫോർ? അതിനും ഒരു 3-4 സെന്റൻസ് കൊടുക്കാം. പാർട്ട് 3 കുറച്ചും കൂടിയും ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ഈസ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് വേഴ്സ് ദാൻ ബിഫോർ? ഐ അഗ്രി വിത്ത് ദ ഫാക്ട് ദാറ്റ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ഹാസ് ഡീഗ്രേഡഡ് ഓവർ ദ പാസ്റ്റ് ഇയേഴ്സ്. ഐ തിങ്ക് ടെക്നോളജി ഈസ് ബിക്കമിങ് ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ബട്ട് ദാറ്റ് ഹാസ് ടേക്കൺ എ ടോൾ ഓൺ പ്രൊഡക്റ്റ് ഡ്യൂറബിലിറ്റി. ഇറ്റ് ഹാസ് ടേക്കൺ എ ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റിന്റെ ഡ്യൂറബിലിറ്റിനെ എഫക്ട് ചെയ്തു എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. ഡ്യൂറബിലിറ്റി, അതിന്റെ ലോങ് ലാസ്റ്റിംഗ് നേച്ചർ. I can claim it from my personal experience. The equipments and machines that my parents bought lasted for years altogether, but when I purchased the same, they did not work for more than 4 years at a stretch. ഓക്കെ, പേഴ്സണൽ എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്യുക. അത് വേറൊരു ടിപ്പാണ് ആക്ച്വലി. നമുക്ക് എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് കോട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. അതുപോലെ നമുക്ക് ഇലാബറേറ്റ് ചെയ്യാനും പറ്റും ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ടിപ്പാണത്. ഗിവ് എക്സാമ്പിൾസ് വെയർ എവർ യു ക്യാൻ. വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ഡു പീപ്പിൾ ലൈക്ക് ടു റിപ്പയർ ബൈ ദംസെൽസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഐ തിങ്ക് DIY വീഡിയോസ്. എന്താണ് DIY? ഡു ഇറ്റ് യുവർ സെൽഫ്. Do it yourself videos and articles available on YouTube and Google have made it possible to repair anything and everything ourselves. Recently, my mom fixed her sewing machine by watching a YouTube video. Other example ആണ്. I have fixed my mobile phone and laptop many times by searching about the issue and finding a quick fix. അതും എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ എക്സാമ്പിളും കൊടുക്കാം. അതാണ് കുറച്ചും കൂടി ആൻസറിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. എക്സാമിന് കുറച്ചും കൂടി അറ്റൻറ്റീവ് ആയിരിക്കും ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കൂടുതൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ്, കൺവേ ന്യൂ ഇൻഫർമേഷൻ വിച്ച് ദ എക്സാമിനർ മൈറ്റ് നോട്ട് നോ ആൻഡ് ഡു നോട്ട് റിപ്പീറ്റ് ഐഡിയാസ്. അതും നമ്മുടെ ആൻസർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനും എക്സാമിനറിൻ്റെ അറ്റൻഷൻ കിട്ടാനും ഉള്ള ഒരു മെത്തേഡാണ്. അവർ എക്സാമിനേഴ്സ് ദിവസം മുഴുവൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ ചിലപ്പോൾ അവരുടെ അറ്റൻഷൻ സ്പാൻ മാറിപ്പോയെന്നിരിക്കാം. ചിലപ്പോൾ അവർ അത്രയും ശ്രദ്ധിക്കാതെ വന്നെന്നിരിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഡിസേർവ് ചെയ്യുന്ന സ്കോർ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാൻ തക്ക വിധം നല്ല പോയിന്റ്സ് ഒക്കെ കൊടുക്കുക. അതുപോലെ സെയിം ഐഡിയ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാൽ തന്നെ സിനോണിംസ് യൂസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യുക. അതല്ലാതെ സെയിം ഐഡിയ സെയിം വേർഡ്സ് തന്നെ വെച്ച് റിപ്പീറ്റ് ചെയ്ത് സെയിം സെൻറ്റൻസ് ആയി പോവില്ലേ അത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാതെ വേറെ വാക്കുകളിട്ട് റിപ്പീറ്റ് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത്, ഡു യു ലൈക്ക് ട്രാവലിംഗ്? I would like to go on a world tour. In fact, the fact that I have started earning in the UK gives me confidence that I can make my dream come true. I want to travel both by air and by sea. I have read The Adventures of the Rusty when I was young and that inspired me for a sea travel. ഇപ്പം എന്താണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ദ റസ്റ്റി എന്നൊക്കെ പറയുന്നത്? ഒരു പുതിയ ഇൻഫർമേഷൻ ആണ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇങ്ങനത്തെയൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായി വരും ആൻസേഴ്സ്. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സെയിം സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം, വേറെ ഐഡിയാസ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ സെയിം സെൻറ്റൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്യാതെ സിനോണിംസ് പറഞ്ഞാൽ സെയിം മീനിങ് ഉള്ള വേറെ വാക്കുകൾ യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഇനി ഫില്ലേഴ്സ് ഓവർ യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യാം, ഒരു നാച്ചുറൽ ടോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫില്ലേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ അത് ഓവർ യൂസ് ചെയ്താൽ അതിനനുസരിച്ച് സ്കോർ കുറയും. നമ്മൾ നാച്ചുറലി യൂസ് ചെയ്യുന്ന കുറച്ച് ഫില്ലേഴ്സ് ആണ് ലൈക്ക്, യുനോ, പിന്നെ ഇങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ വരും, പിന്നെ യാ, വെൽ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യുക. അതേസമയം ഫില്ലേഴ്സ് ഓവർ യൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതെ വരുമ്പോഴല്ലേ നമ്മൾ സാധാരണ ഫില്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഐഡിയ കൊടുക്കും എക്സാമിനർക്ക്. നിങ്ങൾക്ക് ഇനഫ് ഐഡിയാസ് ഇല്ല, അല്ലെങ്കിൽ അത് കിട്ടാനുള്ള വൊക്കാബുലറി ഇല്ല, ലാംഗ്വേജ് ഇല്ല എന്നൊക്കെയുള്ളൊരു ഐഡിയ ആണ് എക്സാമിനർക്ക് കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഫില്ലേഴ്സ് ഓവർ യൂസ് ചെയ്യരുത്. കുറച്ചൊക്കെ അവിടെ എവിടെയും യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അത് ഒരുപാട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കോറിനെ എഫക്റ്റ് ചെയ്യും.
ഇനി ഇഡിയംസ്, ഫ്രേസസ്, പ്രോവർബ്സ് ഇതൊക്കെ നമുക്ക് സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. അത് ഐഡിയൽ, അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം സിറ്റുവേഷന്. ഒരു ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു സിറ്റുവേഷന് യൂസ് ഈ സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോളാം. അത് ബെനിഫിറ്റ് ആണ്, ആക്ച്വലി സ്കോർ കൂട്ടാനാണ് സാധ്യത, കൂട്ടുമത്. അതുപോലെ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇഡിയംസ് ഏതൊക്കെയാണ്, ഫ്രേസസ് ഏതൊക്കെയാണ്, പ്രോവർബ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ മൊത്തം ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് പ്രോവർബ്സിന് വേണ്ടിയിട്ട്. അത് റെഫർ ചെയ്യാം, അത് ഫോളോ ചെയ്യാം, അത് പഠിക്കാം. ഓക്കെ, എന്നിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചാൽ തന്നെ അത് സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും ഒക്കെ വരുള്ളൂ. നോക്കാതെ വിട്ട് കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കലി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമുക്കത് നന്നായി നോക്കിയിട്ട് വേണം പോകാനായിട്ട്. എന്നിട്ട് അത് സന്ദർഭത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പേഴ്സണൽ ആൻസേഴ്സ് പറയരുത്. അതായത് ഇപ്പം, ഈസ് ഫാമിലി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ കൺട്രി? അവർ ചോദിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കൺട്രിയിൽ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണോ? നിങ്ങളുടെ കൺട്രിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൺട്രിയിലെ ആൾക്കാർ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അവിടെയാണ് അതാണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണോ എന്നല്ല ചോദിക്കുന്നത്. ഡു യു തിങ്ക് ഫാമിലി ഈസ് ഇമ്പോർട്ടൻ്റ് എന്നല്ല ചോദ്യം. ഈസ് ഫാമിലി ഇമ്പോർട്ടൻ്റ് ഇൻ യുവർ കൺട്രി എന്ന ചോദ്യം. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ കൊടുത്തു, യെസ് ടു മീ മൈ ഫാമിലി ഈസ് എവറിത്തിങ് ആൻഡ് ഐ ഫീൽ ബ്ലസ്ഡ് ടു ബി വിത്ത് ദം. അത് റോങ് ആൻസർ ആണ്. കാരണം നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല ചോദിക്കുന്നത്, അവർ ജനറലൈസ്ഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. സോ ഇങ്ങനെ കൊടുക്കണം, യെസ് ഐ ബിലീവ് ഇറ്റ് ഈസ്. വെൽ, പീപ്പിൾ ഇൻ മൈ കൺട്രി ബിലീവ് ദാറ്റ് ഫാമിലി കംസ് ഫസ്റ്റ് ആൻഡ് ദേ പുട്ട് their family ahead of everything else. Okay, people in my country believe എന്ന് പറഞ്ഞിട്ട് തന്നെ വേണം പറയാനായിട്ട്. They would do anything for the family and I am proud that a family bonding in my country is quite strong. വേറൊരു എക്സാമ്പിൾ, do you think people nowadays should participate in more volunteering activities? അപ്പോൾ ഇങ്ങനെ കൊടുക്കണം, ഐ എം എ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ലവ്സ് വോളണ്ടിയറിങ്, ഐ എം ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് മേജർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഇൻ മൈ ലൊക്കാലിറ്റി. ഇതാരും ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല ചോദിക്കുന്നത്, പീപ്പിൾ നൗഡേയ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആൻസർ ചെയ്യണം, യെസ് ഇറ്റ് ഇസ് ഹൈ ടൈം ദാറ്റ് പീപ്പിൾ ഷുഡ് വോളണ്ടിയർ ആസ് ദേ ആർ ലീഡിങ് എ സെൽഫ് സെൻറ്റേർഡ് ലൈഫ് സ്റ്റൈൽ. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഷുഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഐ എം എ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ലവ്സ് വോളണ്ടിയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ടോൺ തന്നെ വേറെയാണ്. ആൻസറിൻ്റെ ടോൺ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ മൂഡ് വേറൊരു മൂഡിലാണ് അത് പറയുന്നത്. ഇത് ഇങ്ങനെ പറയുമ്പോഴാണ് അത് കറക്റ്റ്. ഷുഡുള്ള ചോദിച്ചിട്ടിരിക്കുന്ന സെന്റൻസ് ക്വസ്റ്റ്യൻസിന് ഷുഡിൽ തന്നെ ആൻസർ ചെയ്യണം. ഷുഡിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഷുഡിൽ തന്നെ ആൻസർ ചെയ്യണം. അപ്പോഴേ അത് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, so yes, it is high time that people should volunteer as they are leading a self-centered lifestyle. By volunteering, people can get in touch with local community and help them develop their potential. Okay, ഇനി മെമ്മറൈസ്ഡ് ആൻസേഴ്സ് ഒരിക്കലും കൊടുക്കരുത്. അത് ഏത് പാർട്ടിലാണെങ്കിലും, പാർട്ട് 1ഓ 2ഓ 3ഓ ആണെങ്കിലും നമ്മൾ മെമ്മറൈസ് ആയിട്ടൊരു സെൻറ്റൻസ് അങ്ങനെ പറയരുത്. അത് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ നോർമൽ ലാംഗ്വേജും മെമ്മറൈസ്ഡ് ആയിട്ട് പറയുന്ന ഒരു ലാംഗ്വേജ് തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കരുത്, അത് നമ്മുടെ ഫൈനൽ ബാൻഡ് സ്കോറിനെ എഫക്റ്റ് ചെയ്യും. നോട്ടബിൾ ആയിട്ടുള്ള വൊക്കാബുലറീസ് യൂസ് ചെയ്യണം. റിപ്പീറ്റ് വൊക്കാബുലറീസ് കഴിവതും ഒഴിവാക്കി സിനോണിംസ് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ കോമൺ വേർഡ്സ് ഇങ്ങനത്തെ സാഡ്, ഹാപ്പി, ഇമ്പോർട്ടൻറ്റ്, ബ്യൂട്ടിഫുൾ, റിലാക്സ്, അഗ്ലി, അല്ലെങ്കിൽ നൈസ്, അങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഗതിയിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ. അങ്ങനത്തെ വളരെ കോമൺ ആയിട്ടുള്ള വേർഡ്സിന് പകരം സിനോണിംസ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സിനോണിംസ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് വരും ആൻസർ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വൊക്കാബുലറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വേറെ വീഡിയോസിൽ, അത് ഫോളോ ചെയ്യാം. അത് ഒരു വൊക്കാബുലറി നോട്ട്ബുക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കണം. ഇതിപ്പം ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറീസ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ലിസ്റ്റാണ്. അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കണം, ഇതിനൊക്കെ പറ്റിയ സിനോണിംസ്, ആഡ്ജക്റ്റീവ്സ്, അതുപോലെ ഒരു ടോപ്പിക് വന്നാൽ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ്, അങ്ങനെയൊക്കെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ സ്വയം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കൊരു ടോപ്പിക് തന്നു, ഇപ്പോൾ റീഡിങ് ബുക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ആ ബുക്സുമായിട്ട് വരുന്ന നല്ല കുറച്ചും കൂടി പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള വൊക്കാബുലറീസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ വരും.
ഇങ്ങനെ നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബിബ്ലിയോഫൈൽ, ആവിഡ് റീഡർ, ആർഡൻ റീഡർ, വൊറേഷ്യസ് റീഡർ, ഇങ്ങനത്തെയൊക്കെ വാക്കുകൾ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ വാക്കുകളാണ് മനസ്സിലാദ്യം വരിക. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആ വാക്ക് യൂസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് ഫോം ചെയ്യും. അങ്ങനെ വൊക്കാബുലറി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൊക്കാബുലറി യൂസ് ചെയ്തിട്ട് സെന്റൻസ് ഫോം ചെയ്യാം. നമ്മൾ ഐഡിയാസ് തപ്പിപ്പോണ്ട, ഐഡിയാസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വൊക്കാബുലറി വഴി കിട്ടും. ഓക്കെ, അതാണ് ഈ വൊക്കാബുലറി പഠിച്ചാലുള്ള, ഇമ്പ്രൂവ് ചെയ്താലുള്ള ഗുണം. വൊക്കാബുലറിന് മാത്രമല്ല ഐഡിയേഷനെയും അത് ഹെൽപ്പ് ചെയ്യും. ഇനി ക്യൂ കാർഡിലുള്ള ഒരു മെത്തേഡാണിത് അടുത്തത് പറയാൻ പോകുന്നത്. ക്യൂ കാർഡിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഐഡിയാസ് കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് പോകണം. കുറേ നേരം സംസാരിക്കുമല്ലോ, 2 മിനിറ്റ് സംസാരിക്കും. അപ്പോൾ നമ്മളുടെ ഐഡിയാസ് കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ PPF സ്ട്രാറ്റജി ഫോളോ ചെയ്യും. ഓക്കെ, PPF സ്ട്രാറ്റജി നമ്മൾ അതിനു വേണ്ടി ഫോളോ ചെയ്യും. അതായത് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതാണ് PPFന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ? അതായത് നമ്മൾ ഫസ്റ്റ് ബിഗിൻ ചെയ്യുമ്പോൾ ഒരു ക്യൂ കാർഡ് ബിഗിൻ ചെയ്യുമ്പോൾ അത് പ്രസന്റ് ടെൻസിൽ ബിഗിൻ ചെയ്യും. പിന്നെ അത് പാസ്റ്റ് ടെൻസിലേക്ക് പോകും. നമ്മൾ ഒരു ഇൻസിഡന്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അത് പാസ്റ്റ് ടെൻസിലേക്ക് പോകും. ഫൈനലി കൺക്ലൂഡ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് കൊണ്ടുവരും. ഓക്കെ, ഇങ്ങനെയാണ് PPF സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിസ്ക്രൈബ് എ പ്ലേസ് യു വിസിറ്റഡ് ദാറ്റ് ഹാസ് ബീൻ എഫക്റ്റഡ് ബൈ പൊല്യൂഷൻ. 4 സബ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വേർ ഇറ്റ് ഈസ്, വാട്ട് കൈൻഡ് ഓഫ് പൊല്യൂഷൻ ഇറ്റ് ഹാസ്, വാട്ട് കോസസ് പൊല്യൂഷൻ, എക്സ്പ്ലെയിൻ ഹൗ യു ഫീൽ അബൌട്ട് ദാറ്റ് പ്ലേസ്. ഓക്കെ, സോ ഇതിനകത്ത് ഫസ്റ്റ് പ്രസന്റ് പറയുന്നത് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ്. പ്രസന്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് ടോപ്പിക്കിലോട്ട്. പൊല്യൂഷൻ എഫക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ്. അപ്പം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ പൊല്യൂഷൻ ആണ് അല്ലേ. പൊല്യൂഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും 1-2 സെന്റൻസ്, അല്ലെങ്കിൽ നേച്ചറിനെ കുറിച്ച് 1-2 സെന്റൻസ് പറയാം. അതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ, ടോപ്പിക്കിലോട്ടുള്ള ഇൻട്രൊഡക്ഷൻ. പിന്നെ നമ്മൾ ആക്ച്വലി ആ പ്ലേസ് വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ നിങ്ങൾ എന്തൊക്കെ കണ്ടു, ആ ഇൻസിഡന്റ് പറയാം. അതാണ് പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചറിൽ വരുമ്പോൾ നിങ്ങൾ ഭാവിയിൽ എന്തുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ആ പ്ലേസിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ, ആരെങ്കിലുമൊക്കെ ഗവൺമെന്റോ അല്ലെങ്കിൽ ആൾക്കാരോ മുൻകൈയെടുത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അവസാനത്തെ 2-3 സെന്റൻസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിക്കോ. പ്രസന്റ് പറയുന്നത്, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ, ബട്ട് ഇറ്റ് വുഡ് നോട്ട് ബി ജോയ്ഫുൾ ടു സീ ദ ബ്യൂട്ടി ഫെയ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. ഇറ്റ് സോ ഹാപ്പൻ ടു മീ വിത്ത് ദ പിങ്ക് സിറ്റി ജയ്പൂർ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് നോ മോർ പിങ്ക്, ഇറ്റ് ഹാസ് ചേഞ്ച് ടു സം സോർട്ട് ഓഫ് എ ഷെയ്ഡ് ഓഫ് ഓറഞ്ച്. ഇതൊക്കെ പ്രസന്റ് ടെൻസ് ആണ്. ഇനി പാസ്റ്റ് ടെൻസിലോട്ട് പോവാണ്. നമ്മൾ ഇൻസിഡന്റ് പറയാണ്. ഐ വിസിറ്റഡ് ദ സിറ്റി ലാസ്റ്റ് ഇയർ വിത്ത് മൈ ഫ്രണ്ട്സ്. ഹവർ ഐ വാസ് ഡിസപ്പോയിന്റഡ് ടു നോ അബൌട്ട് ദ കറന്റ് പ്ലൈറ്റ് ഓഫ് ദ സിറ്റി. പ്ലൈറ്റ്, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. Okay, I understood that there was improper channeling of energy from industry and transport sectors, coal fuel power plants, desert dust, and burning of waste. I observed every nook and corner of the city strewn with garbage. Nook and corner എന്ന് പറഞ്ഞാൽ എല്ലാ മുക്കും മൂലയും. There were no proper arrangements to sort and dispose of it. Also, I found there were no strict rules for open air emissions. I came to know from the local people that the negligence from the government had exacerbated the pathetic look of the city. Exacerbate എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും വേഴ്സ് ആക്കി, കുറച്ചും കൂടിയും അഡ്വേഴ്സ് ആക്കി. ഓക്കെ, I did not feel good to see the city in the ruins. I was so enraged. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പറയില്ലേ. ഐ വാസ് സോ എൻറേജ്ഡ് ദാറ്റ് ഐ റോട്ട് എ കോളം ഇൻ ദ ലോക്കൽ ന്യൂസ് പേപ്പർ ടു കൺട്രോൾ ദ എയർ പൊല്യൂഷൻ ഇൻ ജയ്പൂർ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ്, കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ പാസ്റ്റ് ടെൻസിലേ വരുന്നുള്ളൂ. ഇനി ഫ്യൂച്ചർ എങ്ങനെയാണ്? ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദ സിറ്റി വിൽ റിട്ടേൺ ടു ഇറ്റ്സ് റോയൽ പിങ്ക് വെരി സൂൺ. 1-2 ലൈൻ ഫ്യൂച്ചർ പറയാം. ഓക്കെ, അപ്പോൾ ഇതുവഴി നമുക്ക് 2 യൂസ് ഉണ്ട്. ഒന്ന്, ഇത്തിരി ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും നമ്മുടെ ആൻസേഴ്സ്, നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. പിന്നെ നമുക്ക് കൂടുതൽ ടെൻസസ് കുറേം കൂടെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും എക്സാമിനറുടെ മുൻപിൽ. ടെൻസ് സ്ട്രക്ചേഴ്സ്, പലതരത്തിലുള്ള ടെൻസസ് നമുക്ക് എക്സാമിന് മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ സ്കോർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ഈ PPF സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഒരിക്കലും നമുക്ക് അൺഷുവർ ആയിട്ടുള്ള ഒരു വൊക്കാബുലറി എക്സാമിൻ്റെ സമയത്ത് യൂസ് ചെയ്യരുത്. നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് ഗൈഡൻസ് കിട്ടി,
ഷുവർ ആണ് ഇതിന്റെ മീനിങ് ഇങ്ങനെയാണ് എന്നുള്ളത്. അതിന്റെ യൂസേജ് നമ്മൾ പഠിക്കണം. വൊക്കാബുലറി പഠിക്കുമ്പോൾ മീനിങ് മാത്രം പഠിച്ചാൽ പോരാ, അത് എങ്ങനെയാണ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യണമെന്നുള്ളതും കോണ്ടെക്സ്റ്റും വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഉറപ്പുള്ളത് മാത്രം നമ്മൾ എക്സാമിൽ യൂസ് ചെയ്യാം. ഉറപ്പില്ലാത്ത വൊക്കാബുലറീസ് യൂസ് ചെയ്താൽ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് മാറും, സിറ്റുവേഷന് യോജിക്കാത്തതായിട്ട് മാറും. അതുപോലെ അപ്പോൾ സ്കോർ കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംപ്രസ് ചെയ്യണം എക്സാമിനറിനെ വളരെ ബിഗ് വേർഡ്സ്, കോംപ്ലക്സ് വേർഡ്സ് ഒക്കെ വെച്ചിട്ട് എന്ന് വിചാരിച്ച് നമ്മൾ കുറെ നോട്ടബിൾ ആയിട്ടുള്ള വൊക്കാബുലറീസ് ഒക്കെ കൊണ്ടുവന്നു, പക്ഷെ ഒന്നും അപ്രോപ്രിയേറ്റ് അല്ല സിറ്റുവേഷന്. ഇറ്റ് വിൽ ഡു മോർ ഹാം ദാൻ ഗുഡ്. നല്ലതിനേക്കാളും കൂടുതൽ അത് പൊട്ടയാണ് ഉണ്ടാക്കുക. ഓക്കെ, യാ. ഇനി നമ്മൾ ഡിക്ഷണറി നോക്കുമ്പോൾ വൊക്കാബുലറിയുടെ മീനിങ് ഒക്കെ നോക്കാനായിട്ട് ഡിക്ഷണറി നോക്കുമല്ലോ. അപ്പോൾ ഡിക്ഷണറി നോക്കുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷനും കൂടെ മനസ്സിലാക്കി വെക്കുക. ജോണർ, ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ജോണർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓരോ വേർഡിൻ്റെയും പ്രൊനൗൺസിയേഷനിൽ ചിലപ്പോൾ ചില വാക്കുകളിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും, നമ്മൾ പറയുന്ന വിചാരിക്കുന്ന പോലെ ആവില്ല. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിക്ഷണറി നോക്കി മനസ്സിലാക്കി വെക്കാം. ഡിക്ഷണറിയിൽ അത് നൗൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു മീനിങ് ആയിരിക്കും, വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ വേറെ മീനിങ് ആയിരിക്കും. ഫസ്റ്റ് നമ്മുടെ സെന്റൻസിൽ അത് നൗൺ ആണോ വെർബാണോ എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്കൊരു സെന്റൻസ് ഉണ്ടായിരിക്കുമല്ലോ, ആ കോണ്ടക്സ്റ്റിൽ നിന്നായിരിക്കും നമ്മൾ വൊക്കാബുലറി എടുത്തിട്ടുണ്ടാവുക. അതിലെ സെന്റൻസിൽ അത് വെർബായിട്ടാണോ കിടക്കുന്നത്, നൗൺ ആയിട്ടാണോ കിടക്കുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക. എന്നിട്ട് ഡിക്ഷണറി നോക്കുമ്പോൾ വെർബായിട്ടാണ് ആ സെന്റൻസിൽ ആ വൊക്കാബുലറി കിടക്കുന്നുണ്ടെങ്കിൽ വെർബിൽ വരുന്ന മീനിങ് നോക്കുക. നൗണിൽ വരുന്ന മീനിങ് നോക്കിയിട്ട് കാര്യമില്ല, വെർബ് എഴുതിയിട്ട് വെർബിൽ മീനിങ് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഈ വേർഡിന് വെർബ് ഫോം ഇല്ല, അതുകൊണ്ടാണ് നൗൺ മാത്രം കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വെർബ് ഫോം ഉള്ള ഒരു വേർഡ് ആണെങ്കിൽ ഇപ്പൊ ഇൻക്രീസ് എന്നുള്ളതിന് നൗണുമായിട്ട് യൂസ് ചെയ്യാം, വെർബുമായിട്ട് യൂസ് ചെയ്യാം. ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് വെർബാണ്. അല്ലെങ്കിൽ ആൻ ഇൻക്രീസ്, അത് നൗണാണ്. അപ്പൊ ഇൻക്രീസ് എന്നുള്ളതിന് നൗൺ ഫോമും ഉണ്ട്, വെർബ് ഫോമും ഉണ്ട്. രണ്ടിനും രണ്ട് മീനിങ് ആയിരിക്കും. രണ്ട് മീനിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ആക്ഷൻ ആണല്ലോ ആക്ച്വലി വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സെന്റൻസിൽ ഒരു വേർഡ് വെർബാണോ നൗൺ ആണോ എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കണം. എന്നിട്ട് ഡിക്ഷണറി നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ് എടുക്കണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂസേജും എടുക്കണം. സെന്റൻസ് സ്ട്രക്ചർ അതിന്റെ അടിയിൽ കിടക്കുന്ന എക്സാമ്പിൾ സെന്റൻസസ് നോക്കിയാലേ നമുക്ക് അതിന്റെ മീനിങ് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. കൂടുതൽ പ്രൊനൗൺസിയേഷനും ചെക്ക് ചെയ്യുക, അപ്പൊ അതും ക്ലിയർ ആയി പോകും. പ്രാക്ടീസ് ആണ് ബേസിക് എല്ലാത്തിൻ്റെയും. സോ തരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എല്ലാ സ്പീക്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ്. 100% റിപ്പീറ്റഡ് ആണ് സ്പീക്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തു നിന്നേ വരുള്ളൂ ക്യൂ കാർഡൊക്കെ. വേറൊരു ക്യൂ കാർഡ് കിട്ടില്ല എക്സ്ട്രാ. അപ്പോൾ സ്പീക്കിംഗ് ബുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഐഡിയേഷൻ, വൊക്കാബുലറി, ഗ്രാമാറ്റിക്കൽ ആക്യുറസി, റേഞ്ച്, അതൊക്കെ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് കുറച്ചും കൂടിയും ഫോക്കസ് ചെയ്യാൻ പറ്റും. ഐഡിയേഷൻ നമ്മൾ ഓൾറെഡി ബുക്ക് വായിച്ചിട്ട് പോയിട്ടുള്ളതുകൊണ്ട് ഫെമിലിയർ ആണ് നമ്മുടെ ക്യൂ കാർഡായിട്ട്. അപ്പം നമുക്ക് മറ്റു കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറ്റും. ഈ ഐഡിയേഷൻ തന്നെ ഓർത്തുകൊണ്ടിരിക്കാതെ എന്ത് പറയണം എന്നുള്ള ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു, ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ നമ്മൾ വിടും. അപ്പം അതിലും ഭേദം നന്നായി പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടാനുള്ള ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് മറ്റു കാര്യങ്ങൾ ഗ്രാമർ, വൊക്കാബുലറി ഒക്കെ ആലോചിച്ച് എടുത്ത് പറഞ്ഞ് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റും ക്യൂ കാർഡ്. ഇനി വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് അഡ്ജക്റ്റീവ്സ് പഠിക്കാം. അഡ്ജക്റ്റീവ്സ് പഠിക്കുമ്പോൾ പേഴ്സൺ, പ്ലേസ്, ബിൽഡിങ്സ്, അങ്ങനെയുള്ള തിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ അഡ്ജക്റ്റീവ്സ് പഠിക്കാം. ഇതും നമ്മൾ ഓൾറെഡി അഡ്ജക്റ്റീവ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ബുക്കിനകത്തുണ്ട് അഡ്ജക്റ്റീവ്സും സിനോണിംസും എല്ലാം. വൊക്കാബുലറി ഈ ബുക്കിലുണ്ട്. പക്ഷെ അത് നിങ്ങൾ പഠിക്കണം. അത് വെറുതെ വായിച്ചു വിടുക, ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു വിടണം. കുറച്ചും കൂടി സമയമെടുത്ത് പഠിക്കാനും കൂടെ പറ്റുമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അഡ്ജക്റ്റീവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂ കാർഡ്സിൽ 80% ഡിസ്ക്രൈബിങ് എ പേഴ്സൺ ഓർ പ്ലേസ് ആയിരിക്കും. ഡിസ്ക്രൈബ് എ ഫേമസ് പേഴ്സൺ, ഡിസ്ക്രൈബ് ആൻ ഓൾഡ് പേഴ്സൺ ഫ്രം ഹൂം യു ഹാവ് ലേൺ സംതിങ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ബന്ധപ്പെട്ടിട്ടുള്ള ക്യൂ കാർഡ്സ് കുറേ വരും.
പ്ലേസിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്യൂ കാർഡ്സ് കുറേ വരും. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ആഡ്ജക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് സെന്റൻസസ് യൂസ് ചെയ്യുക. അതായത് എല്ലാ സെന്റൻസും സിമ്പിൾ ആയിട്ടിരുന്നാൽ 7 ബാൻഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 1-2 സെന്റൻസ് എങ്കിലും കോംപ്ലക്സ് ആയിട്ട് വരണം. അതിനു വേണ്ടിയിട്ട് കോമ്പാരിസൺ സ്ട്രക്ചേഴ്സ്, റിലേറ്റീവ് ക്ലോസ്, കണ്ടീഷണൽ ക്ലോസ്, എംബഡഡ് ക്വസ്റ്റ്യൻസ്, കൺജങ്ഷൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇതെല്ലാം കോംപ്ലക്സ് പാർട്ട് ഓഫ് ഗ്രാമർ ആണ്. ഇതിലൊക്കെ 1-2 സെന്റൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ്. 7 ബാൻഡിന് എബവ് എയിം ചെയ്യുന്നവർ ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനത്തെ ടൈപ്പ് സെന്റൻസുകളൊക്കെ യൂസ് ചെയ്യണം. അതിൽ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ഏറ്റവും കോംപ്ലക്സ് ആണ്, കുറച്ചും കൂടിയും കോംപ്ലക്സ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ ഈവൻ എക്സ്പേർട്സ് ക്യാൻ മേക്ക് ഇറ്റ് റോങ്. സോ അതുകൊണ്ട് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല റിപ്പോർട്ടഡ് സ്പീച്ച് യൂസ് ചെയ്യണമെന്ന്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കണം. റിപ്പോർട്ടഡ് സ്പീച്ച് അധികം യൂസ് ചെയ്യേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം, റിപ്പോർട്ടഡ് സ്പീച്ച് ഒഴികെ. പക്ഷെ ഇപ്പം നമുക്ക് ഓൾ ദോ സെന്റൻസിന്റെ യൂസേജ് എത്ര പഠിച്ചിട്ടും അല്ലെങ്കിൽ എത്ര നോക്കിയിട്ടും മനസ്സിലായിട്ടില്ല. പക്ഷെ കൺജങ്ഷൻ യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഓൾ ദോ സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് അപ്പം മനസ്സിലാവും അവർ കൺജങ്ഷൻസിൽ ഒരു പിടിയില്ല കുട്ടിക്ക് എന്നുള്ളത്. അപ്പോൾ അതിലും ഭേദം അത് പറയാതിരിക്കുന്നതാ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഡു നോട്ട് യൂസ് എനി ടൈപ്പ് ഓഫ് സെന്റൻസസ് ദാറ്റ് യു ആർ അൺഷുവർ ഓഫ്. ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് അത്ര ഡെപ്ത് ഇല്ല, അല്ലെങ്കിൽ കൺജങ്ഷൻസ്, ചില കൺജങ്ഷൻസ് നമുക്ക് അത്രയും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത്. അറിയാത്ത കാര്യങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ നന്നായി പറഞ്ഞ് ഫലിപ്പിക്കുക. അതാണ് നമ്മുടെ സ്ട്രാറ്റജി സ്പീക്കിങ്ങിൽ. ഓക്കെ, ഇനി എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ടെൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അതേ ടെൻസിൽ തന്നെ ആൻസർ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഷുഡ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുഡിൽ തന്നെ ആൻസർ ചെയ്യണം. അതുപോലെ ഇപ്പോൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ പാസ്റ്റ് ടെൻസിൽ കൊടുത്താൽ ശരിയാവില്ല. ഏതാണോ ക്വസ്റ്റ്യനിലെ ടെൻസ് അതേ ടെൻസ് വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്ത് പോകണം. ഡു യു പ്രിഫർ എ ലോങ് ബ്രേക്ക് ഓർ സെവറൽ ഷോർട്ട് ബ്രേക്സ്? ഐ പ്രിഫർ. സെയിം വെർബും യൂസ് ചെയ്തു, സെയിം ടെൻസും യൂസ് ചെയ്തു. ഫസ്റ്റ് സെന്റൻസ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നെ എടുക്കാം. എപ്പോഴും ഫസ്റ്റ് സെന്റൻസിന് വേണ്ടി നമ്മൾ തപ്പിത്തടയേണ്ട കാര്യമില്ല. ഫസ്റ്റ് സെന്റൻസ് ക്വസ്റ്റ്യനിൽ തന്നെ സെയിം ആ പാറ്റേണിൽ തന്നെ പോവുക. എന്നിട്ടൊരു റീസൺ പറയാ, അതെടുക്കാനുള്ള കാരണം പറയാ അടുത്ത സെന്റൻസിൽ. I prefer to take several short breaks because it revives my energy and I can be back at work fully charged. Long breaks tend to make you lazy and ultimately lose motivation to work. ഇത് നേരത്തെ പറഞ്ഞതാണ്, ഇപ്പൊ തന്നെ പറഞ്ഞതാണ്. ഫസ്റ്റ് ലൈൻ ഫ്രം ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. അതേ വെർബ് ഉപയോഗിച്ച് അതേ ടെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലൈൻ ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കുക. ഷുഡ് വി റെസ്പെക്ട് ഫേമസ് പീപ്പിൾസ് പ്രൈവസി? യെസ്, വി ഷുഡ് റെസ്പെക്ട് ഫേമസ് പീപ്പിൾസ് പ്രൈവസി. ഫസ്റ്റ് ലൈൻ പറഞ്ഞതുണ്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം. Everybody has the right to privacy and it is not fair to intrude or peep into others' life without permissions. It creates a lot of inconvenience to the celebrities. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. പാർട്ട് 3 മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ്, പാർട്ട് 3 പാർട്ട് 1. ഹൈപ്പോത്തറ്റിക്കൽ, കമ്പാരിസൺ, സ്പെക്കുലേഷൻ, എക്സ്പ്ലെയിൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 4 കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോർമലി കാണാൻ പറ്റുക. അതിൽ ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ക്ലോസ് ജഡ്ജ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ഇമാജിനറി സിറ്റുവേഷൻ തരും, എന്നിട്ട് നമ്മുടെ റെസ്പോൺസ് ചോദിക്കും. ഇഫ് യു വെർ എ ബട്ടർഫ്ലൈ, വേർ വുഡ് യു ഫ്ലൈ? ഇഫ് യു ഹാഡ് എ സൂപ്പർ പവർ, വാട്ട് വുഡ് യു ഡു വിത്ത് ഇറ്റ്? ഇഫ് യു വെർ ടു ഓൺ എ ബിസിനസ്, വാട്ട് വുഡ് ഇറ്റ് ബി? If you were the prime minister of your country, what policy would you introduce in the country? If you were the school leader, whom would you invite for a speech in your school? അപ്പോൾ ഇത് ഒരു ഇമാജിനറി സിറ്റുവേഷൻ തന്നിട്ട് നമ്മുടെ റെസ്പോൺസ് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇഫ് ക്ലോസിൽ തന്നെ ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ്റെ അതേ ഫോർമാറ്റ് തന്നെ ആൻസറിനും യൂസ് ചെയ്യുക. അപ്പോൾ ഇഫ് ക്ലോസിൽ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇഫ് ഐ വേർ എ ബട്ടർഫ്ലൈ, ഐ വുഡ് ഫ്ലൈ ഓവർ ദ ഗാർഡൻസ്. ആ ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നല്ല സ്കോർ കിട്ടും. കാരണം ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പാർട്ട് ഓഫ് ഗ്രാമർ ആണ്. കണ്ടീഷണൽ ക്ലോസ് അത്ര എളുപ്പമൊന്നുമല്ല, അതൊരു കോംപ്ലക്സ് പാർട്ട് ഓഫ് ഗ്രാമർ ആണ്. അത് കറക്റ്റ് ആയിട്ട് വന്നാൽ തന്നെ നല്ല സ്കോർ കയറും. അപ്പോൾ ഇഫ് ഐ വേർ എ ബട്ടർഫ്ലൈ, ഇഫ് ഐ കഴിഞ്ഞിട്ട് വാസ് ഇടാൻ പറ്റില്ല, കാരണം ഇത് ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഇമാജിനറി സിറ്റുവേഷനിൽ ഐയുടെ കൂടെ വേറെ വരുള്ളൂ. ഇഫ് ഐ വേർ എ ബട്ടർഫ്ലൈ,
ഐ വിൽ ഇടാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് വരുന്ന ക്ലോസും പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം. അത് ഇംഗ്ലീഷിലെ റൂളാണ്. അതിനൊരു എക്സെപ്ഷൻ ഉള്ളത് എന്തെങ്കിലും ജനറൽ ട്രൂത്ത്, എർത്ത് ഈസ് റൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. പക്ഷെ അല്ലെങ്കിൽ നോർമലി ഇഫ് ഐ വേർ എ ബട്ടർഫ്ലൈ ഐ വുഡ് ഫ്ലൈ ഓവർ ദ ഗാർഡൻസ്. വുഡ് തന്നെ പറ്റുള്ളൂ, പാസ്റ്റ് ടെൻസ് തന്നെ ഇടണം. ഓക്കെ, അതാണ് ഇഫ് ക്ലോസിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ടെൻസ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. സ്പെക്കുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ നോക്കാം, അതാണ് സ്പെക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കോമൺ ബിഗിനിങ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് പറ്റുന്ന ഒരു കോമൺ ബിഗിനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇസ് അൺസർട്ടൻ ഓർ അൺപ്രഡിക്റ്റബിൾ ബട്ട് ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ സം ചേഞ്ചസ്. ഇതൊരു കോമൺ സെന്റൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, വേർഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അൺസർട്ടൻ, അൺപ്രഡിക്റ്റബിലിറ്റി, ദർ ഇസ് എ പോസിബിലിറ്റി. ഓക്കെ, ഇങ്ങനത്തെ ഫ്യൂച്ചർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സെന്റൻസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ പറയാം. എന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ എന്തൊക്കെയാണോ എന്നുള്ളതും പറയാം. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യണം. വിൽ, ഇറ്റ് വിൽ ബി, ഇറ്റ് മൈറ്റ് ബി, മേ ബി. ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി കാണിക്കുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യണം. ലൈക്ലി ടു ബി, ലൈക്ലി ടു ബിക്കം, അങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഫ്യൂച്ചർ ടെൻസ് കൺവേ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നോക്കി, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ട്രെൻഡ് ഓഫ് ഹിസ്റ്റോറിക് ബിൽഡിംഗ്സ്? ഡു യു തിങ്ക് എവറിബഡി വിൽ ഹാവ് ആക്സസ് ടു ക്ലീൻ വാട്ടർ ഇൻ ദ ഫ്യൂച്ചർ? ഡു യു തിങ്ക് ചിൽഡ്രൻസ് ടോയ്സ് വിൽ ചേഞ്ച് ഇൻ ദ ഫ്യൂച്ചർ? ഹൗ വിൽ ആർട്ട് എക്സിബിഷൻസ് ചേഞ്ച് ഇൻ ദ ഫ്യൂച്ചർ? ഇൻ ദ ഫ്യൂച്ചർ വാട്ട് ചേഞ്ചസ് വിൽ ബാഗ്സ് ഹാവ്? ഇതെല്ലാം ഫ്യൂച്ചറിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഫ്യൂച്ചർ ടെൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റി കാണിക്കുന്ന വാക്കുകളെങ്കിലും കൊണ്ടുവരണം. മേ, മൈറ്റ്, അല്ലെങ്കിൽ ഈസ് ലൈക്ലി ടു, അങ്ങനത്തെ വാക്കുകളുണ്ടല്ലോ. പ്രോബബ്ലി, പെർഹാപ്സ്, പോസിബിളി, ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇനി കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് വെരി കോമൺ ആണ് നമ്മുടെ സ്പീക്കിങ്ങിൽ. കമ്പാരിസൺ നോർമലി ഉള്ള കമ്പാരിസൺസ് എന്ന് പറയുന്നത് പ്രസന്റ് പാസ്റ്റ് തമ്മിലുള്ള കമ്പാരിസൺ, യങ്ങും ഓൾഡും തമ്മിലുള്ള കമ്പാരിസൺ, മെയിൽ ഫീമെയിൽ തമ്മിലുള്ള കമ്പാരിസൺ, റിച്ച് പുവർ, അർബൻ റൂറൽ ഏരിയ തമ്മിലുള്ള കമ്പാരിസൺ, ഇങ്ങനത്തെയൊക്കെ കമ്പാരിസൺസ് ആണ് നോർമലി കാണുന്നത്. അതിൽ പ്രസന്റ് പാസ്റ്റ് വളരെ കോമൺ ആണ്, യങ് ഓൾഡ്, മെയിൽ ഫീമെയിലും കോമൺ തന്നെയാണ്. ഓക്കെ, പ്രസന്റ് പാസ്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ വളരെ കൂടുതലാണ്. അപ്പോൾ കമ്പാരിസൺ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുക കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ. വേർ ആസ്, വൈൽ, ആസ് അഗെയിൻസ്റ്റ്, ആസ് ഒപ്പോസ് ടു, ഇൻ കോൺട്രറി, അൺലൈക്ക്, ദാൻ, ഇതൊക്കെയാണ് കമ്പാരിസൺ സ്ട്രക്ചേഴ്സ്. ഇത് മാക്സിമം യൂസ് ചെയ്യുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ. അതുപോലെ ഒരു ക്ലോസ് പ്രസന്റ് പാസ്റ്റ് കമ്പാരിസൺ ആണ് ചോദിച്ചേക്കുന്നതെന്ന് വിചാരിക്കും. ഒരു സെന്റൻസ് പ്രസന്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് സെന്റൻസ് പാസ്റ്റ് ടെൻസ്, വീണ്ടും പ്രസന്റ് ടെൻസ്, വീണ്ടും പാസ്റ്റ് ടെൻസ്, നെക്സ്റ്റ് വീണ്ടും പ്രസന്റ് ടെൻസ്, വീണ്ടും, അങ്ങനെ സ്വിച്ച് ചെയ്ത് പറയാം. Okay, what is the difference between festivals now and in the past? Do you think people today are healthier than those in the past? ഇതൊക്കെ പാസ്റ്റ് പ്രസന്റ് കമ്പാരിസൺ ആണ്. ഹൗ ഇസ് മോഡേൺ, അപ്പോൾ പ്രസന്റ് ആണ്. ഹോം ഡിസൈൻ ഇൻ യുവർ കൺട്രി ഡിഫറെന്റ് ദാൻ ഇൻ ദ പാസ്റ്റ്. ഓക്കെ, ഹൗ ഇസ് ദ ഡിഫറൻസ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസന്റ് ആൻഡ് പാസ്റ്റ് ടീച്ചേഴ്സ്? ഇനി യങ് ആൻഡ് ഓൾഡിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി. ഡു യു തിങ്ക് ഓൾഡർ പീപ്പിൾ ലൈക്ക് ദ സെയിം മ്യൂസിക് ആസ് യങ്ങർ പീപ്പിൾ? Who do you think can learn better, older people or youngsters? Male female comparison. Do men and women enjoy the same leisure activities? Do men and women want to do the same kind of work? Okay. The last type of category, explain or give reason. അതായത് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കണം. ചില ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അവർ എപ്പോഴും വൈ നോട്ട് എന്ന് ആഡ് ചെയ്തിട്ടാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറും കൂടെ കൊടുക്കണം. പക്ഷെ അത് ഇപ്പം വൈന്ന് ഇല്ല എന്നാണെങ്കിൽ കൂടിയും നമ്മൾ അതിൻ്റെ ആൻസർ കൊടുക്കണം എന്നാണ്. ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസണും കൂടെ പറയാം കൂട്ടത്തിൽ, അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആൻസർ ആവുന്നത്. എസ്പെഷ്യലി നമ്മൾ ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ട് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. വൈ ഡു പാരൻസ് ലെറ്റ് ദെയർ ചിൽഡ്രൻ പ്ലേ പസിൽസ്? വൈ ആർ മൊബൈൽ ഫോൺസ് ഗെയിനിങ് പോപ്പുലാരിറ്റി? വൈ പീപ്പിൾ ഡു ബോറിംഗ് ജോബ്സ്? Why do people lose contact with each other after graduation? Why do shopping malls have background music? Okay, these kind of questions also can be expected in speaking. ഇനി ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആൻസറിങ് മെത്തേഡാണ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഡിഫറെൻറ്റ് വ്യൂസ് ആൻഡ് ഗിവ് യുവർ ആൻസർ. നമ്മൾ ജസ്റ്റ് ഒരു വ്യൂ മാത്രം പറയാതെ പലരുടെയും വ്യൂ കൊണ്ടുവന്നിട്ട് ഒരു ആൻസർ കൊടുക്കാം.
അപ്പം അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ ഐ എഗ്രി ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസെഗ്രി ചെയ്യുന്ന പാർട്ടാ പറയാം. എന്നിട്ട് ഹൗവർ ഇട്ടിട്ട് എഗ്രി ചെയ്യുന്ന പാർട്ട് പറയാം. ഇപ്പൊ ഹൂ ഈസ് യൂഷ്വലി ലീഡർ ഇൻ ആൻ ഇന്ത്യൻ ഫാമിലി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പല ആൾക്കാർക്കും പല വ്യൂസ് ആണ്. ചിലർ പറയുന്നു ഫാദർ, ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് ഫാദറോ ഗ്രാൻഡ് ഫാദറോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. വേറെ ചിലർ പറയുന്നത് ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്, മോഡേൺ ഇതിൽ വേറെ തരത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. മോഡേൺ ഇതിൽ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പല വ്യൂസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ ഒരു വ്യൂ നമ്മുടെ ഒപ്പീനിയൻ ആയിട്ട് എടുക്കാം. നമുക്ക് രണ്ടാമത്തെ വ്യൂ നമ്മുടെ ഒപ്പീനിയൻ ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കും. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാവർക്കും ഉള്ളത്, അത് നമ്മുടെ ഒപ്പീനിയൻ ആയിട്ട് എടുത്തു. നമ്മൾ എന്ത് ചെയ്യാം, ഐ എഗ്രി ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസെഗ്രി ചെയ്യുന്ന പാർട്ട്, അതായത് പാട്രിയാർക്കൽ അല്ലെങ്കിൽ ഫാദറിനാണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഫാമിലി ഫാദർ ആണെന്നുള്ളതാണ് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. ഞാൻ എഗ്രി ചെയ്യുന്നു, ഇങ്ങനെ ഒരു തോട്ട് ഉണ്ട് ആൾക്കാരുടെ ഇടയിൽ, പക്ഷേ ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്, ഹവർ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയാം. I agree that we follow a patriarchal culture and the eldest male in the family is considered as head of the family. However, this trend is changing. Both men and women are seen to have equal importance in today's families. Okay. അതുപോലെ വേറൊരു question. Whose influence on children is more, parents or friends? I agree that friends have an influence on kids. However, in my opinion, parental influence is more prominent and prevalent because children tend to spend more time with their family. അടുത്തത്, should parents interfere with children's ambitions? I agree that parents can guide the children in choosing their career path, but it is എന്ന് പറയുന്നത് however synonym ആണ്. But it is often seen that children are forced to give way to their parents' decision. In my opinion, we parents should not interfere with children's ambition, as children may eventually lose interest in the subjects they have opted out of parental pressure. Okay. അടുത്തത് വോയിസ് മോഡുലേഷൻ വേണം. അതായത് എപ്പോഴും ഒരേ ടോണിൽ സംസാരിക്കാതെ നമ്മുടെ വോയിസിൽ അപ്സ് ആൻഡ് ഡൗൺസ് കൊണ്ടുവരണം. അപ്പോഴേ നമുക്കത് കുറച്ചും കൂടിയും ഇംപ്രസീവ് ആക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ എക്സാമിനറുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അത് മാത്രമല്ല, അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാലും തീരെ ലോ ആയി പോകരുത് സൗണ്ട്, കാരണം എവറിത്തിങ് ഈസ് ഗെറ്റിംഗ് റെക്കോർഡഡ്. സ്പീക്കിങ്ങിന്റെ എൻ്റയർ സെഷൻ റെക്കോർഡഡ് ആണ്. അപ്പോൾ അതിൽ റെക്കോർഡ് ചെയ്യാൻ പാകത്തിനുള്ള ലൗഡ്നെസ് നിങ്ങളുടെ വോയിസിന് ഉണ്ടായിരിക്കണം, ഓഡിബിൾ ആയിരിക്കണം. ഓക്കെ. പ്രിപ്പറേഷൻ ടൈം, ക്യൂ കാർഡിന്റെ പ്രിപ്പറേഷൻ ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ ക്യൂ കാർഡിന് ഒരു മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ സമയം തരും അല്ലേ. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഒന്ന്, സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. ആ സബ് ക്വസ്റ്റ്യൻസ് എല്ലാം 2-3 പോയിന്റ്സിൽ ആൻസർ ചെയ്യാം. കംപ്ലീറ്റ് സെന്റൻസ് ഒന്നും എഴുതരുത്, ജസ്റ്റ് പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അതിനുള്ള സമയമുള്ളൂ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ. 2-3 പോയിന്റ്സ് എങ്കിലും ഒരു ക്വസ്റ്റ്യന് നോട്ട് ചെയ്യാം. അതുപോലെ ഒരു ഇൻസിഡന്റ് റീകോൾ ചെയ്യാം. ഇപ്പൊ ഇൻസിഡന്റ് ഒറിജിനൽ ഇൻസിഡന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രെയിം ചെയ്യാറുണ്ട്. കുക്കപ്പ് സം സ്റ്റോറീസ്, ഫേക്ക് ആൻ ഇൻസിഡന്റ്. ആരും അത് സത്യമാണോ നുണയാണോ എന്നൊന്നും അന്വേഷിച്ച് പോകാൻ പോകുന്നില്ല. അപ്പം നമുക്ക് ഫേക്ക് ആയാലും ഫാക്ട്സിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഓൾ ഓക്കെ. യു ജസ്റ്റ് നീഡ് ടു ഷോ യുവർ സ്കിൽ ഇൻ ഇംഗ്ലീഷ്, നോട്ട് യുവർ സ്കിൽ ഇൻ ജനറൽ നോളേജ്. ഓക്കെ. ഇനി അതുപോലെ കൂട്ടത്തിൽ കുറച്ച് ഗുഡ് വൊക്കാബുലറി സ്ട്രൈക്ക് നമ്മളെ മനസ്സിൽ വരുന്ന ഗുഡ് വൊക്കാബുലറീസും കൂടെ നോട്ട് ചെയ്യുക. ആ വൊക്കാബുലറി സ്ട്രൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം വൊക്കാബുലറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടോപ്പിക് കിട്ടുമ്പോൾ തന്നെ അതിന് ബന്ധപ്പെടുത്തി, ഷോപ്പിംഗ് എന്നുള്ള ടോപ്പിക് തന്നാൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വൊക്കാബുലറീസ്, എക്സ്ട്രാ വേക്കൻസ, സ്പെൻഡ് ത്രിഫ്റ്റ്, ത്രിഫ്റ്റി, പാർസിമോണിയസ്, ഇമ്പൾസീവ് ബയർ, ഷോപ്പഹോളിക്, ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ വൊക്കാബുലറി ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നു. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ പ്രതി സെന്റൻസ് ഉണ്ടാക്കും, ആ വൊക്കാബുലറിയും കൂടെ എക്സിബിറ്റ് ചെയ്യും. ഓക്കെ. ഇനി ഇത് ഇപ്പൊ തന്നെ പറഞ്ഞതാണ്, ബി ഇമാജിനേറ്റീവ്, ഡു നോട്ട് സ്റ്റിക്ക് ടു ട്രൂത്ത് ഓൾവേസ് ഇൻ ദ എക്സാം. ഈ എക്സാമിനകത്ത് നമ്മൾ പറയുന്നത് സത്യമാണോ എന്നൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ഇത് ഇന്റർവ്യൂ ഒന്നും അല്ല. അതുകൊണ്ട് നമുക്ക് ഫേക്ക് ചെയ്യാം തിങ്സ്. എക്സാമ്പിൾസ് ആണെങ്കിലും ഫാക്ട്സ് ആണെങ്കിലും ഫേക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നമുക്ക് ഐഡിയ കിട്ടാതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരേണ്ട കാര്യമില്ല. നമ്മൾ ഫേക്ക് ചെയ്തിട്ടാണെങ്കിലും പറയണം. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്?
മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് തിരിച്ച് കേൾക്കുന്നത് എന്തിനാണ്? അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഫ്ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്പീഡ് ശരിയാണോ, ഓഡിബിൾ ആണോ, അതുപോലെ എന്തെങ്കിലും ചിലപ്പോൾ ചില ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എങ്കിലും നമ്മൾ കെയർലെസ്നെസ് കൊണ്ട് വരുത്തുന്ന ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് തന്നെ റെക്ടിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. ക്യൂ കാർഡ്സ് ആണെങ്കിൽ ക്യൂ കാർഡിന്റെ ക്വസ്റ്റ്യൻ എടുക്കുക, 1 മിനിറ്റ് പ്രിപ്പയർ ചെയ്യുക, 2 മിനിറ്റ് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക, തിരിച്ചൊന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ക്യൂ കാർഡ്സും ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എക്സാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പാർട്ട്ണറെ കിട്ടുകയാണ് പ്രാക്ടീസ് ചെയ്യാൻ, നമുക്ക് വീട്ടിൽ തന്നെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ആണ്. പക്ഷെ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് തിരിച്ചു വെക്കാൻ പറയുന്നത്. ടൈം മാനേജ്മെന്റ് പഠിക്കണം ക്യൂ കാർഡിൽ. കാരണം 2 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ ഒരുവിധം എല്ലാം കവർ ചെയ്ത് കൊണ്ടുവരണം, ഒരു കൺക്ലൂഷനും കൂടെ കൊടുക്കണം ആ 2 മിനിറ്റിൽ. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇംപ്രസീവ് ആവും നമ്മുടെ ആൻസേഴ്സ്. അപ്പോൾ ടൈം മാനേജ്മെന്റ് എങ്ങനെ പഠിക്കും? പ്രാക്ടീസ് വഴിയേ പറ്റുള്ളൂ. കുറേ ക്യൂ കാർഡ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഉദ്ദേശം സമയം കിട്ടും. നമുക്ക് അവിടെ ഇരുന്നിട്ട് ടൈമറിൽ നോക്കിയിരിക്കാൻ പറ്റില്ല, ടൈമർ ഉണ്ടാവില്ല നമുക്ക് നോക്കാൻ പാകത്തിന്. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നോക്കി സംസാരിക്കാൻ പോവരുത്, നമ്മുടെ കോൺസെൻട്രേഷൻ ഫോക്കസ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ കുറേ ക്യൂ കാർഡ്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഐഡിയ മനസ്സിൽ വരും. ഓക്കെ, ഇപ്പോൾ 2 മിനിറ്റ് ആവാറായിട്ടുണ്ടായിരിക്കും, നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായി എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും. അത് വെച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന 2 മിനിറ്റ് കംപ്ലീറ്റ് സംസാരിക്കണം. ചിലർ വളരെ മുൻപേ നിർത്തും, 1 മിനിറ്റിൽ നിർത്തും, അല്ലെങ്കിൽ 1.5 മിനിറ്റിൽ നിർത്തും. അത് നല്ലതല്ല. ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ, ബിക്കോസ് യു ഹാവ് ടു സ്പീക്ക് ഫോർ ദ എൻറ്റയർ 2 minutes ടു എക്സിബിറ്റ് യുവർ ഫ്ലുവൻസി ലെവൽ. ഓക്കെ, നേരത്തെ നിർത്തി പോകരുത്. ടൈം കഴിഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ല, പക്ഷെ നേരത്തെ നിർത്തുന്നത് നല്ലതല്ല. ഇപ്പം നമുക്ക് സമയത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത് അത്ര വലിയ പ്രോബ്ലം അല്ല. പക്ഷെ അതിന് വളരെ മുൻപേ കംപ്ലീറ്റ് ചെയ്തു, 1 മിനിറ്റ് കഴിഞ്ഞ് മുൻപേ കംപ്ലീറ്റ് ചെയ്തു, അത് നമ്മുടെ ഐഡിയേഷനും നമ്മുടെ ഇംഗ്ലീഷും അവർക്ക് ഫുള്ളി ജഡ്ജ് ചെയ്തെടുക്കാൻ പറ്റില്ല, അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ബാഡ് മാർക്കായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ 2 മിനിറ്റ് സംസാരിക്കുക. നോർമലി എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ പലരും ടെൻസ്ഡ് ആവും എക്സാമിൻ്റെ സമയത്ത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ എന്തുണ്ടാവും, ഒരു മെസ്സപ്പ് ചെയ്യും, സ്പീഡ് കൂടും. ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംസാരിക്കുന്നതിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് പെട്ടെന്ന് തീരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ടെൻസ്ഡ് ആവാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. ഓക്കെ, ടൈമർ റിങ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ എക്സാമിനർ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഡു നോട്ട് മമ്പിൾ എന്ന് പറഞ്ഞാൽ പോസസ്, ഹെസിറ്റേഷൻസ്, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, അത് വളരെ മിനിമൈസ് ചെയ്യണം. അത് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. വേർഡ് ഷോർട്ടേജ് ഉണ്ടാവരുത്, ഐഡിയേഷൻ പ്രോബ്ലംസും ഉണ്ടാവരുത്, ലോങ് പോസസ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഒരു വേർഡ് തന്നെ നോക്കി ഇങ്ങനെ ആലോചിച്ചിരിക്കരുത്. ഒരു വേർഡ് ആ വേർഡ് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് അങ്ങനെ മാറ്റുക, എന്നിട്ട് പുതിയൊരു സെൻറ്റൻസ് ഇട്ടിട്ട് പറയുക. അല്ലാതെ അത് ആലോചിച്ചിട്ട് പിന്നെയുള്ള ഒരു 1/2 മിനിറ്റ് അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഓക്കെ, ഡോണ്ട് ബി ടു ഫാസ്റ്റ് ഓർ ടു സ്ലോ. വളരെ സ്പീഡിൽ പോകരുത്, അവർക്ക് മനസ്സിലാവില്ല. കാരണം ഇരിക്കുന്നവർ മലയാളം അറിയുന്നവരാവണം എന്നില്ല, നേറ്റീവ് സ്പീക്കേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. വളരെ റെയറായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷുകാരും വരാറുണ്ട്. പക്ഷെ ഇനി വരുന്നവർ പലരും നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അറിയാത്തവരാണ്. അപ്പം നമ്മുടെ മദർ ടങ് ഇൻഫ്ലുവൻസ് ഒന്നും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വളരെ സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്യില്ല, അവർക്ക് മനസ്സിലാവില്ല. നമുക്ക് മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്കോർ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ പോവാം, വളരെ സ്ലോ ആയി പോസസും ഹെസിറ്റേഷൻസും വിട്ട് പറയാതിരിക്കുക എന്ന് മാത്രം. ഓക്കെ, ഒരു മോഡറേറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം. ഡു നോട്ട് പോസ് എ ഫോർ ലോങ് ടൈം തിങ്കിങ് ദ നെക്സ്റ്റ് വേർഡ് ഓർ സെൻറ്റൻസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വാക്ക് തന്നെ ആലോചിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തിരിക്കരുത്, അത് റീസ്ട്രക്ചർ ചെയ്യുക, ആ സെൻറ്റൻസിനെ മാറ്റി വേറെ രീതിക്ക്, ആ വേർഡ് വേണ്ടാത്ത രീതിയിൽ വേറെ രീതിക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിംഗ് ഈ ബുക്കിൻ്റെ ഇൻഡെക്സ് പേജ് എടുക്കാം. ഇൻഡെക്സ് പേജിലെ എല്ലാ ക്യൂ കാർഡ്സിൻ്റെയും പേരുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും.
ജസ്റ്റ് ഒരു റൗണ്ട് ഒന്ന് എല്ലാത്തിനെയും കൂടെ ഓടിച്ചു വിടാം. എന്നിട്ട് നോക്കുക എല്ലാ ക്യൂ കാർഡായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഇല്ലാന്ന് തോന്നുവാണ്, അതിനർത്ഥം നമുക്ക് ഈ ഐഡിയാസ് ഇല്ല എന്നാണ്. നമ്മൾ ഐഡിയ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കുക ആ സമയത്ത്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ എക്സാമിന് തലേദിവസം ചെയ്യാനുള്ളത്. എക്സാമിന് തലേദിവസം എല്ലാ ക്യൂ കാർഡും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് ഉറപ്പ് വരുത്തണം എല്ലാ ക്യൂ കാർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത്. അതിനുവേണ്ടി ഇൻഡെക്സ് പേജ് എടുത്തിട്ട് ഇൻഡെക്സ് പേജിലെ ഓരോ ക്യൂ കാർഡും എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഇൻസിഡന്റ് നമുക്ക് കയ്യിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഏതെങ്കിലും ക്യൂ കാർഡ് ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്ത് അത് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് എക്സാമിന് തലേദിവസം നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഇനി ക്യൂ കാർഡിൽ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അഡ്രസ്സ് ചെയ്യുക, അതാണ് നല്ലത്. ഒന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീഷൻ വരും, അത് അത്ര നല്ലതല്ല. സോ എല്ലാ ക്യൂ കാർഡിന് താഴെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അതെല്ലാം അഡ്രസ്സ് ചെയ്യാം. അതുപോലെ എല്ലാം അവസാനിപ്പിക്കാൻ നേരത്തെ നമ്മൾ ജസ്റ്റ് ഈ ക്യൂ കാർഡിന്റെ 4 ക്വസ്റ്റ്യൻസിൽ കൂടെ ഒന്ന് കണ്ണോടിച്ച് വിടുക, എല്ലാം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് എൻഷുർ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ഒന്നെങ്ങാനും വിട്ടുപോയിട്ടുണ്ടാവും. അതുപോലെ ചിലപ്പോൾ നമ്മൾ പോയിന്റ് കിട്ടാതിരിക്കണ നേരത്തെ ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഈ ക്യൂ കാർഡ്സിന്റെ സബ് ക്വസ്റ്റ്യനിൽ കൂടെ ഒന്ന് കണ്ണോടിച്ച് വിടണം. ഓക്കെ, അപ്പോൾ നമുക്കത് മിസ്സാവാതെ എല്ലാനും പറയാൻ പറ്റും. ഓക്കെ, give more emphasis on keywords in question while you speak. ഒരു ക്വസ്റ്റ്യൻ ക്യൂ കാർഡിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എല്ലാ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരു വേർഡ് ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം ഡിസ്ക്രൈബ് ഇൻസിഡൻറ്റ് വേർ യു ഹാവ് സ്പെൻഡ് മോർ മണി ദാൻ എക്സ്പെക്റ്റഡ്. ആ ദാൻ എക്സ്പെക്റ്റഡ് എന്നുള്ളത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനൊരു പൂർണ്ണത വരില്ല. ഡിസ്ക്രൈബ് ഇൻസിഡൻറ്റ് വേർ യു സ്പെൻഡ് മോർ മണി, അങ്ങനെ നമുക്ക് ക്യൂ കാർഡ് പറയാം. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇത്രയായിരുന്നു, പക്ഷെ നമ്മളെ സെയിൽസ് ഗേൾ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ കൺവിൻസ് ചെയ്തു അതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സിനെ പറ്റി. അപ്പം നമ്മൾ സുപ്പീരിയർ വേർഷൻ എടുക്കാമെന്ന് സമ്മതിച്ചു ആ മോഡലിൻ്റെ. അങ്ങനെ എനിക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ കണക്ട് ചെയ്ത് പോകണം, അല്ലാതെ പൈസ കുറേ സ്പെൻഡ് ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യനിലെ എല്ലാ വേർഡ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്ത് പറയാതെ എല്ലാ കീവേഡും കൊണ്ടുവരാൻ നോക്കുക ആൻസറിൽ. അതുപോലെ ഇറലവൻ്റ് ആൻസേഴ്സ് കൊടുക്കരുത്. അതായത് ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ എക്സാമിനറോട് റിപ്പീറ്റ് ചെയ്യാൻ പറയുക ക്വസ്റ്റ്യൻ. ഇപ്പോൾ പാർട്ട് 1ലും പാർട്ട് 3ലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് ചെയ്യാൻ പറയുക ക്വസ്റ്റ്യൻ. നമുക്ക് കയ്യിൽ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് എക്സാമിനറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. എന്നിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുക്കുക. ഇറലവൻ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്കോറിനെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ കോംപ്രിഹെൻഷൻ സ്കില്ല് ശരിയാവുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാവും, അപ്പോൾ സ്കോറിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഓഫ് ടോപ്പിക് പോവരുത്. ഇനി ഇതൊരു ടെക്നിക്കാണ് അടുത്തത് പറയുന്നത്, ഐഡിയ കിട്ടാനുള്ള ടെക്നിക്ക്. നമ്മൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് തീരെ പ്രിപ്പയർ ചെയ്യണ നേരത്ത് തീരെ ഐഡിയാസ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ WH ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വാട്ട്, വൈ, വേർ, വെൻ, ഹൂ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഓഫൻ. ഈ 10 WH ക്വസ്റ്റ്യൻസ് വരുന്നത്, മെയിൻ ആയിട്ടുള്ള WH ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് ഇത് പഠിച്ചു വെക്കുക ഈ 10. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക, അതിന് ആൻസർ കണ്ടെത്താം. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഐഡിയാസ് തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് നമ്മളോട് തന്നെ ചോദിക്കുക, അതിന് ആൻസർ കണ്ടുപിടിച്ച് എഴുതാം, അപ്പം നമുക്ക് ആൻസർ കിട്ടും. WH ക്വസ്റ്റ്യൻസ് തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഐഡിയ കിട്ടാനുള്ള ഒരു ടെക്നിക്ക്. ഓക്കെ, നമുക്ക് തീരെ ഐഡിയ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിക്കേ. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രീഫ് പോസ് എടുക്കാം, ഒരു 5 സെക്കൻഡ്സ്, അതിലും കൂടരുത്. ഒരു ചെറിയൊരു പോസ് എടുത്തിട്ട് ആൻസർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വെൽ ഐ ഹാവൻ തോട്ട് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ ബിഫോർ, ഹാവൻ തോട്ട് അബൌട്ട് സച്ച് എൻ ഇൻസ്റ്റൻസ് ബിഫോർ, ലെറ്റ് മീ ഹാവ് എ തോട്ട് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 5 സെക്കൻഡ്സ് എടുത്തിട്ട് അതിനുശേഷം ശരിക്കുള്ള ആൻസർ പറയാം. ഓക്കെ, പക്ഷെ വളരെ കൂടുതൽ നേരം ചിന്തിച്ചിരിക്കരുത് കേട്ടോ. ഇനി ഇത് ഗിവ് മോർ ദാൻ 1 point ഫോർ 1 ക്വസ്റ്റ്യൻ.
ഇപ്പം പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് പറയും, കഴിഞ്ഞു, അത് അവർ ആൻസർ അവിടെ നിർത്തും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇലാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നോ രണ്ടോ സെന്റൻസിൽ ഒതുങ്ങി പോകും നമ്മുടെ ആൻസർ. നമുക്ക് ആൻസർ കുറേം കൂടെ സെന്റൻസിൽ ഇലാബറേറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ പല പോയിന്റ്സ് കൊടുക്കുക, നോട്ട് ജസ്റ്റ് വൺ പോയിന്റ്. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഹൗ ഡു യു തിങ്ക് ഫാമിലീസ് വിൽ ചേഞ്ച് ഇൻ ദ ഫ്യൂച്ചർ? നോർമലി എന്ത് പറയും നമ്മൾ? ഫാമിലീസ് ഭാവിയിൽ ന്യൂക്ലിയർ ആവും. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു പോയിന്റ് ആണ്, അത് പറയും. പക്ഷെ നമുക്ക് ഒന്നും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ വേറെയും ഇഷ്ടം പോലെ പോയിന്റ്സ് കിട്ടും. കുറെ ഫാമിലീസ് ഇപ്പൊ നോ ചൈൽഡ് പോളിസി, അവർക്ക് കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ പോകുന്നവരുണ്ട്, മാരേജ് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ പോകുന്നവരുണ്ട്, സെയിം സെക്സ് മാരേജസ് വരുന്നുണ്ട്, ബ്രോക്കൺ ഫാമിലീസ് വരുന്നുണ്ട്, പിന്നെ പുതിയ തരം മാരേജസ്, ഫ്രണ്ട്ഷിപ്പ് മാരേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കേൾക്കാനുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഫാമിലീസ് നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റും എന്നും പറഞ്ഞിട്ട് പറയുവാണെങ്കിൽ കുറെ കൂടെ നേരം എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാം, അത് കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യും എക്സാമിനറെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ. ഷുഡ് ദ സ്റ്റേറ്റ് പ്രൊവൈഡ് ചീപ്പ് ഹൗസിംഗ് ഫോർ ലോ ഇൻകം ഏർണേഴ്സ്? നമുക്ക് പലതരം ഒപ്പീനിയൻസ് പറയാം. സോഷ്യൽ പേഴ്സൺ, ഒരു സോഷ്യൽ വെൽഫെയർ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ എന്ത് പറയും? ഇതിന് യെസ് പറയും. ഇക്കണോമിക് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നോ പറയും, അത് കുറെ ഫണ്ടിങ് റിക്വയർമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഫിലോസഫിക്കൽ, നല്ലൊരു ഫിലോസഫി ആണെന്ന് പറഞ്ഞിട്ട് അതിന് യെസ് പറയും ഫിലോസഫർ. എൻവയോൺമെന്റലിസ്റ്റ് ആണെങ്കിലോ നോ പറയും, കാരണം ഇത് പൊല്യൂഷൻ ഉണ്ടാക്കും, കട്ടിങ് ഓഫ് ട്രീസ് ഉണ്ടാവും, പൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അങ്ങനെ പലതരം ഒപ്പീനിയൻസ് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഒപ്പീനിയൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെ കൊടുക്കണ്ടേന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഐ എഗ്രി ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിസെഗ്രി പാർട്ട് പറയാ, ഹൗഎവർ ഇട്ടിട്ട് എഗ്രി പാർട്ട് പറയാം. ഓക്കെ, ഹൗഎവർ ഇട്ടിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയാ, ഐ എഗ്രി ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അല്ലാത്ത അതർ പീപ്പിൾസ് ഒപ്പണൻസിന്റെ ഒപ്പീനിയൻ പറയാം. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു ഇത്, ഈ ഒരു മെത്തേഡ്. ഓക്കെ, അതിൽ നമ്മൾ പല പോയിന്റ്സ് ചിന്തിക്കുക, പല ആൾക്കാരുടെ പോയിന്റ്സും പല പെർസ്പെക്റ്റീവ്സും ചിന്തിക്കുക. ഡിസെഗ്രി ചെയ്യുന്നവർ എന്ത് പറഞ്ഞിട്ടായിരിക്കും ഡിസെഗ്രി ചെയ്യുന്നത് അത് ചിന്തിക്കുക. എഗ്രി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എഗ്രി ചെയ്യാണ്, അപ്പം നമ്മുടെ ഒപ്പീനിയൻ എന്തൊക്കെ തരത്തിൽ നമുക്ക് എഗ്രി ചെയ്യാം അതും ചിന്തിച്ചിട്ട് ക്ലബ് ചെയ്തിട്ട് ആൻസർ കൊണ്ടുവരാം. ഒരു പോയിന്റിൽ മാത്രം സ്റ്റിക്ക് ചെയ്തിരിക്കാതെ പല പോയിന്റ്സിൽ ആൻസർ കൊണ്ടുവരാം. നെക്സ്റ്റ്, ഡസ് ടൂറിസം ഓൺലി ഹാവ് എ പോസിറ്റീവ് ഇഫക്റ്റ് ഓൺ എ കൺട്രി? ട്രേഡ്സ് പേഴ്സൺ എങ്ങനെ ആൻസർ ചെയ്യും? അൺഎംപ്ലോയിഡ് പേഴ്സൺ എങ്ങനെ ആൻസർ ചെയ്യും? ടൂറിസ്റ്റ് എങ്ങനെ ആൻസർ ചെയ്യും? എൻവയോൺമെന്റലിസ്റ്റ് എങ്ങനെ ആൻസർ ചെയ്യും? ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പോയിന്റ്സ് കിട്ടും. അതെല്ലാം ക്ലബ് ചെയ്തിട്ട് ആൻസർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും ഈസി ആയിട്ട്. ഓക്കെ, ഇനി സ്റ്റേ കാം ആൻഡ് കമ്പോസ് ഡ്യൂറിങ് ദ എക്സാം. നെർവസ് ആവരുത്, ടെൻസ് ആവരുത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ കാം ആയിട്ടിരിക്കുക, സമാധാനത്തോടുകൂടി സംസാരിക്കുക. അപ്പൊ സ്ലോ ആയിട്ട് പോകും, അത് ഫാസ്റ്റ് ആയിട്ട് വരില്ല അധികം. പിന്നെ പ്രിപ്പയർ യുവർ സെൽഫ് ടു ബി കോൺഫിഡൻറ്റ് ഡ്യൂറിങ് ദ എക്സാം. പ്രിപ്പയർ ചെയ്യാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം സമയത്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവും. പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ തെറ്റായി എന്നൊക്കെ വരും, പക്ഷെ ആ കോൺഫിഡൻസ് കാരണം നമുക്ക് കുറച്ചും കൂടിയും ഒരു ഇന്നർ സ്ട്രെങ്ത് കിട്ടും. എന്ത്, ഗ്രാമറിലും വൊക്കാബുലറിയിലൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് കിട്ടും. അത് കുറച്ചും കൂടിയും അപ്പിയറൻസിലും ഫിസിക്കൽ അപ്പിയറൻസിലും കൂടെ റിഫ്ലക്റ്റ് ചെയ്യും, നമ്മുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസിലും കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും എന്താ പറയുക, സബ്ലിമിനലി, അതായത് നമ്മൾ ആ എക്സാമിന് അറിയാതെ തന്നെ അതിനകത്തൊരു ഇംപ്രഷൻ, അവരുടെ അകത്തൊരു ഇംപ്രഷൻ വരുന്നുണ്ടാവും. അതിനെയൊക്കെ ഈ കോൺഫിഡൻസ് എഫക്റ്റ് ചെയ്യും. ഓക്കെ, എക്സാമിനറിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റയർ വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഒരു കാഷ്വൽ അറ്റയർ മതി. ഫോർമലായിട്ട് ധരിച്ച് പോകണമെന്നൊന്നുമില്ല, പക്ഷെ മോഡസ്റ്റ് ആയിട്ട് ധരിച്ച് പോവാം. അവർ എന്തെങ്കിലും ഒരു പ്രിജുഡൈസ് ഉണ്ടാക്കാൻ, അവർ മുൻവിധികളോട് കൂടി നമ്മളെ കാണാതിരിക്കുക, അതിന് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, വേറെ സ്മൈൽ എന്താണ്? സ്മൈൽ അറ്റ് ദ എക്സാമിനർ ആൻഡ് ഈസ് യുവർ സെൽഫ്. ഓക്കെ, ഇനി പറയുന്നത് നമുക്ക് ഓവർ ദ ടൈം നമുക്ക് ഇംഗ്ലീഷിൽ സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. നമുക്ക് ഈ സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്പീക്ക് ചെയ്താൽ മാത്രം പോരാ, മറ്റു മോഡ്യൂൾസിലും നമ്മൾ എക്സൽ ചെയ്യണം. അതുപോലെ സ്പീക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ സ്പീക്കിങ്ങിന് മാത്രമല്ല മറ്റു മോഡ്യൂൾസിനെയും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിയോ ഫയൽ, ഷോർട്ട് ഓഡിയോ ഫയൽസ്. അത് ഇങ്ങനെ നമുക്ക് സ്പോട്ടിഫൈ ആപ്പ് പോഡ്കാസ്റ്റ്, അങ്ങനെ ആമസോൺ മ്യൂസിക് ആൻഡ് സ്റ്റിച്ച്, അങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട് പോഡ്കാസ്റ്റ് കേൾക്കാൻ പറ്റുന്നത്. അതിനകത്ത് നിന്നൊക്കെ കേട്ട് നോക്കാം ഫ്രീ ടൈമിൽ.
അതുപോലെ IDPയുടെ സൈറ്റിലാണെങ്കിൽ പോഡ്കാസ്റ്റിന് പറ്റുന്ന കുറച്ച് ആർട്ടിക്കിൾസ്, പോഡ്കാസ്റ്റ് കിട്ടുന്ന ചില സ്ഥലങ്ങൾ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അത് അവിടെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പോഡ്കാസ്റ്റ് ഇങ്ങനെ ഫ്രീ ടൈമിൽ ലിസൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ അവർക്ക് കൊണ്ടുവരുന്നുണ്ടാവും. അത് നമുക്ക് കേട്ടോണ്ടിരിക്കാം. അതുപോലെ BBC 6 Minutes English എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അതും ഇങ്ങനെ ഒരു കോൺവെർസേഷൻ മോഡലിലാണ്, രണ്ടാൾക്കാർ ഒരു ഇന്റർവ്യൂവും തമ്മിലുള്ള കോൺവെർസേഷൻ ഒക്കെ ഉള്ള പോലത്തെ അങ്ങനത്തെ ഒക്കെ പോഡ്കാസ്റ്റുകൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്പീക്കിങ്ങിനും ലിസ്ണിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അതുപോലെ ഇംഗ്ലീഷ് സീരീസ് കാണാം. ഏതൊക്കെയാണ്? ഇപ്പോൾ ഉള്ള കുറച്ച് സീരീസുകളാണ് ഫ്രണ്ട്സ്, ഹൗ ഐ മെറ്റ് യുവർ മദർ, അവെഞ്ചേഴ്സ്, നോട്ട്ബുക്ക്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്, ദ മാർവലസ് മിസ്സസ് മെയ്സൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇംഗ്ലീഷ് സീരീസുകളുണ്ട്. അങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാലും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ് വാച്ച് ചെയ്യുക. BBC ന്യൂസ്, ABC ന്യൂസ്, ടൈംസ് നൗ, ഇതൊക്കെ എൻ്റെ എക്സാമ്പിൾസ് ആണ് ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസിൻ്റെ. ഇതൊക്കെ വാച്ച് ചെയ്യുന്നതും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓവറോൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഫില്ലേഴ്സ് അതുപോലെ ഹെസിറ്റേഷൻ ഡിവൈസസ് മിനിമൈസ് ചെയ്യാൻ. പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് നേരം ഒന്ന് തിങ്ക് ചെയ്യേണ്ടതായിട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്തോളാം. പക്ഷെ ഓവർ യൂസ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. എല്ലാം മോഡറേറ്റ് റേഞ്ചിലായിരിക്കണം പോകുന്നത്. ഫില്ലേഴ്സ് വരുവാണെങ്കിൽ ലൈക്ക്, വെൽ, യു നോ, യു സി, ഐ മീൻ, ഓക്കെ, സോ, ആക്ച്വലി, ബേസിക്കലി, റൈറ്റ്, ഓഫ് കോഴ്സ്. ഓക്കെ. ഇങ്ങനത്തെയൊക്കെ ഫില്ലേഴ്സാണ് നോർമലി നമ്മൾ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാറുള്ളത്. ഇതൊക്കെ ഒരു മോഡറേറ്റ് റേഞ്ചിൽ യൂസ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഒപ്പീനിയൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ എന്ത് ഒപ്പീനിയൻ പറഞ്ഞാലും അതിപ്പോൾ എക്സാമിനർക്ക് ഇഷ്ടപ്പെടാത്ത ഒപ്പീനിയൻ ആണെങ്കിലും അവർക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. അതിനെ ഒപ്പീനിയൻ ബേസ് ചെയ്തിട്ട് ആരും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇംഗ്ലീഷ് മാത്രമേ നോക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയാം. ദേ വിൽ നോട്ട് ജഡ്ജ് യു ബേസ്ഡ് ഓൺ യുവർ വ്യൂ പോയിന്റ്സ്. ദേ വിൽ ഓൺലി ലുക്ക് ഫോർ ഇംഗ്ലീഷ്. ഓക്കെ. ഇനി ഇപ്പോൾ യെസ് നോ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. യെസ് നോ ക്വസ്റ്റ്യൻസിന് എപ്പോഴും യെസ് നോ എന്ന് ആൻസർ ചെയ്യാതെ വേറെയും വേർഡ്സ് ഉണ്ട്. സെർട്ടൻലി, ഡെഫിനറ്റ്ലി, ഓഫ് കോഴ്സ് നോട്ട്, ഇങ്ങനത്തെ ഒക്കെ വേർഡ്സ് യൂസ് ചെയ്തിട്ടും യെസ് നോ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. അതുപോലെ എക്സ്പ്രസിങ് ഒപ്പീനിയൻസ് ചെയ്യാൻ സമയത്ത് നമുക്ക് എങ്ങനത്തെ ഒക്കെ വേർഡ്സ് യൂസ് ചെയ്യാം? ടു മൈ മൈൻഡ്, ഇൻ മൈ ഒപ്പീനിയൻ, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ്, ഇറ്റ് ഈസ് നീഡ്ലെസ് ടു സേ ദാറ്റ്, ഇറ്റ് ഈസ് ഇൻഡീഡ് ട്രൂ ദാറ്റ്, ഐ ഡു ബിലീവ് ഇൻ, ടു മീ ഇറ്റ് സീംസ് ഇറലവൻറ്റ്, ഇങ്ങനത്തെ ഒക്കെ വാക്കുകൾ യൂസ് ചെയ്തിട്ട് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാം. ക്യൂ കാർഡ് തുടങ്ങാൻ നേരത്തെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കൊടുക്കാം നമുക്ക്. താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ദിസ് വണ്ടർഫുൾ ക്യൂ കാർഡ്. വെൽ, ഇൻ ദിസ് ക്വസ്റ്റ്യൻ റിമൈൻഡ്സ് മീ അബൌട്ട് an incident that happened recently in my life. I would like to grab this opportunity to talk about എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്ത് വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുമ്പോൾ സിറ്റുവേഷൻ ചിലപ്പോൾ ലോജിക്കൽ ആവാതെ വരും. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ലോജിക്കലായി യൂസ് ചെയ്യാൻ, ലോജിക്കലായിട്ടുള്ളൊരു സെൻറ്റൻസ് ആവാതെ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ബൈ ഹാർട്ട്, ഫുൾ സെൻറ്റൻസ് ബൈ ഹാർട്ട് ചെയ്യരുത്. കുറേ വേർഡ്സും ഫ്രേസസും കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പോയിക്കോളുക. എന്നിട്ട് അത് സിറ്റുവേഷനനുസരിച്ചിട്ട്, സന്ദർഭത്തിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് കോമൺ സ്പീക്കിംഗ് ടോപ്പിക്സ്. പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്സ്, ഹെൽത്ത് ആൻഡ് ബോഡി, വർക്ക് ആൻഡ് സ്റ്റഡീസ്, നേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, ഹോബീസ്, യൂത്ത്, ഹോം, കൾച്ചർ, ട്രാവൽ. ഓക്കെ. കോമൺ സ്പീക്കിംഗ് ടോപ്പിക്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇങ്ങനത്തെ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വൊക്കാബുലറീസ് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ. വൊക്കാബുലറിയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം റെഫർ ചെയ്യുക. ഇഡിയംസ്, ഫ്രേസസ്, പ്രോവർബ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോസും റെഫർ ചെയ്യാം. നല്ലോണം വൊക്കാബുലറി സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡിയേഷനും അത് ഹെൽപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ബെറ്റർ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്പീക്കിങ്ങിൻ്റെ ടിപ്സ്. I hope this video was helpful to you. We'll meet again in another video with further tips for listening and reading modules. So until then, we can see off. Okay, bye.